ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് പല ആൾക്കാർക്കും വളരെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ MA സൈക്കോളജി അഥവാ MAPCയുടെ സെക്കൻഡ് ഇയറിലെ ഓപ്ഷൻസ് ഏതൊക്കെയാണ്, അതിൽ ഏതാണ് നല്ലത് എന്നുള്ളതൊക്കെ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്ന 2 വർഷത്തെ മാസ്റ്റേഴ്സ് പ്രോഗ്രാമാണ് MAPC അഥവാ MA സൈക്കോളജി എന്നുള്ളത്. അതിൽ ഫസ്റ്റ് ഇയറിൽ നമുക്ക് വരുന്നത് 6 തിയറി പേപ്പറും ഒരു പ്രാക്ടിക്കവുമാണ്. കോഗ്നിറ്റീവ് സൈക്കോളജി, ലൈഫ് സ്പാൻ സൈക്കോളജി, പേഴ്സണാലിറ്റി തിയറീസ് ആൻഡ് അസസ്മെൻറ്റ്, അഡ്വാൻസ്ഡ് സോഷ്യൽ സൈക്കോളജി, റിസർച്ച് മെത്തേഡ്സ് ഇൻ സൈക്കോളജി, സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സൈക്കോളജി, ഇങ്ങനെ തുടങ്ങുന്ന 6 പേപ്പേഴ്സാണുള്ളത്. ഇതിൻ്റെ കൂടെയായി ഒരു പ്രാക്ടിക്കവുമുണ്ട്. ഇനി സെക്കൻഡ് ഇയറിലാണ് നമുക്ക് കൺഫ്യൂഷൻസ് വരുന്നത്. സെക്കൻഡ് ഇയറിൽ നമുക്ക് 3 ചോയ്സസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജി എടുക്കാം, അതുപോലെ തന്നെ കൗൺസിലിംഗ് സൈക്കോളജി, മൂന്നാമതായി ഇൻഡസ്ട്രിയൽ സൈക്കോളജി. ഇതുപോലെ 3 വിധത്തിലാണ് സെക്കൻഡ് ഇയറിൽ നമുക്ക് ചോയ്സ് ഉള്ളത്. അതിൽ ഒന്നാണ് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ളത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ നോക്കാം. ഇവ ഓരോന്നിലും 3 തിയറി പേപ്പേഴ്സ് നമുക്ക് മെയിനായിട്ട് ഉണ്ടായിരിക്കും. അതായത് ക്ലിനിക്കൽ സൈക്കോളജിയിൽ നമുക്ക് മെയിനായിട്ടും 3 പേപ്പേഴ്സാണുള്ളത്. സൈക്കോ പാത്തോളജി, സൈക്കോ ഡയഗ്നോസ്റ്റിക് ആൻഡ് സൈക്കോ തെറാപ്യൂട്ടിക് മെത്തേഡ്. ഇനി രണ്ടാമതായിട്ട് വരുന്നത് കൗൺസിലിംഗ് സൈക്കോളജിയാണ്. ഇതിലും 3 കോർ പേപ്പർ തന്നെയാണുള്ളത്. കൗൺസിലിംഗ് സൈക്കോളജി, അസസ്മെൻറ്റ് ഇൻ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ്, ഇൻ്റർവെൻഷൻ ഇൻ കൗൺസിലിംഗ്. ഇനി മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ സൈക്കോളജിയാണ്. ഇതിലെ 3 കോർ പേപ്പർ ഓർഗനൈസേഷണൽ ബിഹേവിയർ, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ്. ഇങ്ങനെ 3 പേപ്പേഴ്സാണ് മെയിനായിട്ട് 3ലും ഉള്ളത്. ഇവ കൂടാതെ ഓരോന്നിനും പ്രത്യേകമായിട്ട് ഓരോ പ്രാക്ടിക്കൽസും ഇൻറ്റേൺഷിപ്പും ഉണ്ടായിരിക്കും. ഇവ കൂടാതെ ഒരു പ്രൊജക്റ്റും കൂടിയായിരുന്നു നമ്മളുടെ MAPCയുടെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പല കുട്ടികളും പ്രൊജക്റ്റ് എന്ന കാരണം കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ പോകുന്നതിനാൽ ഇഗ്നോ പുതിയൊരു മെത്തേഡ് കണ്ടുപിടിച്ചു. അതാണ് അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ കമ്പൽസറി ആയിട്ടും തിരഞ്ഞെടുക്കണം. ഒന്നുകിൽ പ്രൊജക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി എന്ന തിയറി പേപ്പർ സെലക്ട് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ വന്നിട്ട് 2-3 വർഷങ്ങൾ മാത്രമാണ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും ഇത് വളരെ ഡൗട്ടാണ്. ഏതാണ് നല്ലത്? പ്രൊജക്റ്റാണോ നല്ലത്? അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി ആണോ നല്ലത്? ഇനി തുടർ പഠനത്തിന് അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി എടുത്തത് കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഇപ്പോൾ പരന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് എന്താണ് അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി എന്ന് നോക്കാം. അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി എന്നുള്ളത് നമ്മുടെ മറ്റുള്ള തിയറി പേപ്പേഴ്സ് പോലെ തന്നെ ഒരു തിയറി പേപ്പറാണ്. ഇത് ഒരു 17 ചാപ്റ്ററുള്ള ഒരു SLM ആയിട്ടാണ് നമുക്ക് വരിക. സാധാരണ ബാക്കിയുള്ള തിയറി പേപ്പേഴ്സിൻ്റെ ചെയ്യുന്നത് പോലെ തന്നെ ഇതിനും നമുക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. പിന്നീട് നമുക്ക് എക്സാം എഴുതാവുന്നതാണ്. എന്നാൽ ഇതിനൊരു മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു പേപ്പറിന് നമുക്ക് 100 മാർക്കിലാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അതായത് നമ്മുടെ ബാക്കി എല്ലാ തിയറി പേപ്പേഴ്സും 50 മാർക്കിലായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് 3 മണിക്കൂറുള്ള ഒരു എക്സാം ആയിരിക്കും ഉണ്ടാവുക. പ്രൊജക്റ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഒരു ഗൈഡിനെ കണ്ടുപിടിക്കണം. അതിനുശേഷം നമുക്കൊരു സിനോപ്സിസ് പ്രിപ്പയർ ചെയ്യണം. അതിനുശേഷം സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷം കുറച്ച് നാളെടുത്തിട്ട് അതിന് അപ്രൂവൽ കിട്ടണം. അതിനുശേഷമാണ് നമുക്ക് നമ്മളുടെ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാൻ പറ്റുക. അത് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്കത് സബ്മിറ്റ് ചെയ്യാം. പിന്നീടാണ് ഇതിൻ്റെ വൈവ ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്രൊജക്റ്റിനെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാനുള്ളത്. ഇതിൽ ഏത് സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിലും നമ്മളുടെ MA സൈക്കോളജി എന്ന കോഴ്സ് നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും. ഇനിയുള്ള പല ആൾക്കാർക്കുമുള്ള ഡൗട്ടാണ് പോസിറ്റീവ് സൈക്കോളജി എടുത്താൽ PhD എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. യെസ്, തീർച്ചയായും പറ്റും. PhD എടുക്കുന്നതിന് പ്രൊജക്റ്റ് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി ആയതുകൊണ്ടോ യാതൊരു വ്യത്യാസവുമില്ല. എന്നാൽ പ്രൊജക്റ്റ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം PhDയിൽ നമുക്ക് എന്തായാലും ഒരു പ്രൊജക്റ്റ് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ മാസ്റ്റേഴ്സിൽ ഒരു പ്രൊജക്റ്റ് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുവാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനും സാധിക്കും. അതുകൊണ്ട് തന്നെ PhD എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ പ്രൊജക്റ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്.
എന്നാൽ ടീച്ചിങ് ഫീൽഡിലേക്കോ അതല്ലെങ്കിൽ കൗൺസിലിംഗ് ഫീൽഡിലേക്കോ ഇറങ്ങുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് MAPC ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി ആയിരിക്കും നല്ലത്. കാരണം ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തീർക്കുവാനും നമ്മുടെ മാസ്റ്റേഴ്സ് വളരെ ഈസി ആയി കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ നെറ്റോ സെറ്റോ അതല്ലെങ്കിൽ BEdോ ചെയ്ത് ഒരു ടീച്ചറാകാൻ സാധിക്കും. ഒരു ടീച്ചറാവാൻ നിങ്ങൾക്ക് PhD ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജിയാണ് കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. താങ്ക് യു.